നമസ്കാരം. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചെന്ന പരാതിയിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരായ എസ്.ഐ.ടി അന്വേഷണ റിപ്പോർട്ട് ഡിജിപി മടക്കി. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിജിപി റിപ്പോർട്ട് തിരിച്ചയച്ചിരിക്കുന്നത്. വിശദീകരണം ആവശ്യമുള്ള നിർണായക മേഖലകളിൽ അടിയന്തരമായി തുടരന്വേഷണം നടത്തി എത്രയും വേഗം പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാനും എസ്.ഐ.ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ എഡിജിപി എം.ആർ. അജിത് കുമാർ ഇടപെട്ടുവെന്ന തരത്തിലുള്ള എസ്.ഐ.ടി റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഡിജിപി നേരത്തെ നിയമോപദേശം തേടിയിരുന്നു. എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥനെതിരായ റിപ്പോർട്ടിൽ വ്യക്തത പോരെന്ന കാരണം പറഞ്ഞ് റിപ്പോർട്ട് തിരിച്ചയച്ചത് പോലീസ് ആസ്ഥാനത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ ഉണ്ടായിട്ടും തുടർ നടപടികൾ വൈകിപ്പിക്കുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെന്ന വിമർശനവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എഡിജിപിക്കെതിരെ എസ്.ഐ.ടി നൽകിയ കണ്ടെത്തലുകൾ നിലനിൽക്കെ നടപടിയെടുക്കാതെ റിപ്പോർട്ട് മടക്കിയത് UDF സർക്കാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന വിമർശനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണ് റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കാതെ തിരിച്ചയച്ചതെന്ന ആരോപണവും പ്രതിപക്ഷ വൃത്തങ്ങൾ ഉയർത്തുന്നുണ്ട്. അടുത്ത ആഴ്ചകളിൽ പോലീസ് തലപ്പത്ത് നടക്കാനിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ പട്ടികയിൽ എം.ആർ. അജിത് കുമാർ മുൻനിരയിലുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയോ നടപടി ശുപാർശ ചെയ്യപ്പെടുകയോ ചെയ്താലേ പ്രൊമോഷന് തടസ്സമാവുകയുള്ളൂ. റിപ്പോർട്ട് തിരിച്ചയച്ച് തുടരന്വേഷണത്തിന് വിട്ടതോടെ നടപടികൾ വൈകുകയും ഇത് അജിത് കുമാറിന് DGP പദവിയിലേക്കുള്ള വഴി എളുപ്പമാക്കുകയും ചെയ്യുമെന്നാണ് ഒരു വിഭാഗം സൂചിപ്പിക്കുന്നത്. എസ്.ഐ.ടി നടത്തുന്ന തുടരന്വേഷണവും നൽകുന്ന അന്തിമ റിപ്പോർട്ടുമായിരിക്കും ഈ കേസിൽ നിർണായകമാവുക. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിൽ എഡിജിപിക്കെതിരെ കടുത്ത നടപടി ശുപാർശ ഉണ്ടാകുമോ അതോ നിയമപരമായ ഇളവുകൾ ലഭിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി ഔദ്യോഗിക ജീവിതം. നവകേരള സദസ്സിനിടെ ആക്രമിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പോലീസ് ആസ്ഥാനത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ വലിയ തിരിച്ചടിയാണ്. അട്ടിമറി ആരോപണം നേരിടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന സംശയം ഉയർന്നതോടെ കേസിന്റെ സുതാര്യതയും വലിയ ചോദ്യചിഹ്നമായി മാറി. പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യത നിലനിർത്താൻ സുതാര്യമായ തുടരന്വേഷണവും അതിവേഗ നടപടിയും ഉണ്ടാകണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. എന്തായാലും എഡിജിപി എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കേരള പോലീസ് വീണ്ടും മാറുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. ഭരണമാറ്റം ഉണ്ടായപ്പോൾ ആലപ്പുഴയിലെ ഏറ്റവും വിഖ്യാതമായ രക്ഷാപ്രവർത്തന കേസ് അത് വീണ്ടും പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു UDF സർക്കാർ എടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും അർത്ഥത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാർ ആദ്യത്തെ റിപ്പോർട്ടിനെ തകിടം മറിച്ചുവെന്നും പോലീസുകാർക്കെതിരായ നടപടി ഉണ്ടാവാതിരിക്കാൻ റിപ്പോർട്ടിൽ കൈകടത്തൽ നടത്തിയെന്നുള്ള വ്യക്തമായ തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ വന്നത്. എന്നാൽ ഇപ്പോൾ DGP ഇടപെട്ട് എസ്.ഐ.ടിയുടെ അന്വേഷണത്തെയും അട്ടിമറിക്കുന്നു എന്ന ചോദ്യം ഉയരുകയാണ്.